ലോജിക് ചാറ്റിൽ നമ്മൾ ബിഗിനേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള 12 മ്യൂച്വൽ ഫണ്ട്സ് ടിപ്സ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്കീം തന്നെയാണ്. കാരണം ഇത് സേഫ് ആണ്, അതുപോലെ തന്നെ ഒരു എക്സ്പെർട്ട് മാനേജ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്ന ഒരു ഫണ്ടാണിത്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റോക്സിലൊക്കെ ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട്. ബട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഫണ്ട് സെലക്ട് ചെയ്യാം എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് 12 മ്യൂച്വൽ ഫണ്ട്സ് ടിപ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ അതേതൊക്കെയാണ്? ഫസ്റ്റ് മ്യൂച്വൽ ഫണ്ട് ടിപ്പ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് മ്യൂച്വൽ ഫണ്ട് ടിപ്പ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് ഈസ് നോട്ട് ഗാംബ്ലിംഗ്. അപ്പോൾ ബിഗിനേഴ്സിനുള്ള ഫസ്റ്റ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് മ്യൂച്വൽ ഫണ്ട് ടിപ്പാണ്. അതായത് നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള റിട്ടേൺ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുക. അതായത് ഒരു വർഷം കൊണ്ടൊന്നും നിങ്ങൾക്ക് 30% നിങ്ങൾക്ക് റിട്ടേൺ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ ഇവിടെ റിട്ടേണിന്റെ കാര്യത്തിൽ യാതൊരു ഗ്യാരണ്ടി ഇല്ല. അവിടെ മാർക്കറ്റ് റിസ്ക് ഇൻവോൾവ് ആണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു 100% സേഫ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം അല്ല, ഇവിടെ റിസ്ക് ഇൻവോൾവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ക്വാളിറ്റി ഇല്ലാത്തൊരു മ്യൂച്വൽ ഫണ്ടിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ പണം നഷ്ടപ്പെടാൻ വരെ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള റിട്ടേൺ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്കീം നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. സെക്കൻഡ് മ്യൂച്വൽ ഫണ്ട് ടിപ്പ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ സെക്കൻഡ് മ്യൂച്വൽ ഫണ്ട് ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി സ്മാർട്ട്. അതായത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഗോൾ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഗോൾ സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരു സക്സസ്ഫുൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റർ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ട് സ്യൂട്ട് ആകും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഗോൾ അനുസരിച്ചിട്ട് എങ്ങനെയാണ് ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചൂസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് ഒക്കെ കാണാം ഇയർ ടു ഗോൾ. അപ്പോൾ നിങ്ങൾ 1 month to 18 months ആണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഹൊറിസോൺ ആയിട്ട് വരുന്നത്. നിങ്ങളുടെ ഗോൾ അച്ചീവ്മെന്റ് ഇയർ ആയിട്ട് വരുന്നെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സോ അല്ലെങ്കിൽ മണി മാർക്കറ്റ് ഫണ്ട്സിലേക്കോ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു 24 to 36 months വരെയാണ് നിങ്ങളുടെ ഡ്യൂറേഷൻ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്സിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. ഇനി ഒരു മോർ ദാൻ 36 months ആണ് നിങ്ങളുടെ ഇയർ ടു ഗോൾ എങ്കിൽ നിങ്ങൾക്ക് ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇനി തേർഡ് മ്യൂച്വൽ ഫണ്ട് ടിപ്പ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ തേർഡ് മ്യൂച്വൽ ഫണ്ട് ടിപ്പ് വരുന്നത് യൂസ് റിസ്കോമീറ്റർ ടു സെലക്ട് എ സ്യൂട്ടബിൾ ഇൻവെസ്റ്റ്മെന്റ് സ്കീം എന്നാണ്. അപ്പം മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു മോഡറേറ്റ് റിസ്ക് ഉള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ്. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ നമ്മുടെ റിട്ടേൺസിന് മേൽ നമുക്ക് യാതൊരു ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ നമ്മുടെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്സിൽ റിസ്ക് കുറവാണ്. ബട്ട് സീറോ റിസ്ക് ഉള്ള ഒരു ഫണ്ടും ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ റിസ്കോമീറ്റർ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഫണ്ടിന്റെ റിസ്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഏതൊരു വെബ്സൈറ്റിൽ നിങ്ങൾ കയറുവാണെങ്കിൽ നിങ്ങൾക്ക് റിസ്കോമീറ്റർ അവൈലബിൾ ആയിരിക്കും. സോ ഫണ്ടിന്റെ റിസ്ക് അതുപോലെ തന്നെ നിങ്ങളുടെ റിസ്ക്കും നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഹൈ റിസ്ക് ആണെങ്കിൽ ഹൈ റിട്ടേൺസ് ആയിരിക്കും, ലോ റിസ്ക് ആണെങ്കിൽ ലോ റിട്ടേൺസ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ മ്യൂച്വൽ ഫണ്ട്സിൽ ഒരു ഫണ്ട് ചൂസ്. ഇനി ടിപ്പ് നമ്പർ 4 എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ടിപ്പ് നമ്പർ 4 വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ഓൾ ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ്. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ 29 ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ആണ് ഉള്ളത്. അപ്പം ഓരോ ഫണ്ടിനും ഓരോ ടൈപ്പ് ഓഫ് ഫണ്ടിനും ഓരോ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവും ഓരോ റിസ്ക് പ്രൊഫൈലും ആണുള്ളത്. സോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സിന്റെ ബേസിക്സ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ 29 ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക, നിങ്ങളത് മിസ് ചെയ്യരുത്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യും. ഇനി ടിപ്പ് നമ്പർ 5 എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ടിപ്പ് നമ്പർ 5 എന്ന് അസറ്റ് അലോക്കേഷൻ ഈസ് ക്രിട്ടിക്കൽ. അതായത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ് അതുപോലെ നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ച് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്യാം. സപ്പോസ് നിങ്ങളൊരു മോഡറേറ്റ് റിസ്ക് എടുക്കാൻ തയ്യാറുള്ള ഒരു ഇൻവെസ്റ്ററാണ്. അതുപോലെ സപ്പോസ് നിങ്ങളൊരു 5,000 rupees നിങ്ങൾ SIP ആയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒരു 2,000 rupees ലാർജ് ക്യാപ്പിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഒരു 1,500 വേണമെങ്കിൽ നിങ്ങൾക്ക് മൾട്ടി ക്യാപ്പിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു 1,500 വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെപ്റ്റ് ക്യാപ്പിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ അസറ്റ് അലോക്കേഷൻ നടത്തിയിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ടിപ്പ് നമ്പർ 6 എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ടിപ്പ് നമ്പർ 6 വരുന്നത് SIP വേഴ്സസ് ലെംസം വിച്ച് ഇസ് മോർ പ്രോഫിറ്റബിൾ. അപ്പോൾ നമുക്ക് മ്യൂച്വൽ ഫണ്ട്സിൽ നമുക്ക് 2 രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. ഒന്ന് നമുക്ക് SIP ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ലെംസം ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. അതായത് SIP എന്ന് പറഞ്ഞാൽ മന്ത്ലി ഒരു എമൗണ്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലെംസം ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ബൾക്കായിട്ടുള്ള എമൗണ്ട് അറ്റ് എ ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ലെംസം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ SIP ആയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക.
ഇനി ടിപ്പ് നമ്പർ 7 എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ടിപ്പ് നമ്പർ 7 വരുന്നത് സെലക്ടിങ് ബിറ്റ്വീൻ ഗ്രോത്ത് ആൻഡ് ഡിവിഡൻഡ് ഓപ്ഷൻ ആണ്. അപ്പോൾ എല്ലാ മ്യൂച്വൽ ഫണ്ട്സിലും നമുക്ക് ഗ്രോത്ത് ഓപ്ഷനും അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ഡിവിഡൻഡ് ഓപ്ഷനും നമുക്ക് അവൈലബിൾ ആണ്. സോ എന്താണ് ഗ്രോത്ത് ഓപ്ഷൻ, അതുപോലെ എന്താണ് ഡിവിഡൻഡ് ഓപ്ഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഗ്രോത്ത് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്സിൽ ജനറേറ്റ് ആവുന്ന ഡിവിഡൻഡ് ബോണസ് ഒക്കെ നിങ്ങളുടെ ഫണ്ടിലേക്ക് തന്നെ റീഇൻവെസ്റ്റ് ആവും. ഡിവിഡൻഡ് ഓപ്ഷനിലാണെങ്കിൽ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യുന്ന ഇൻകം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ക്വാർട്ടർലി അല്ലെങ്കിൽ മന്ത്ലി അല്ലെങ്കിൽ ഡെയിലി അല്ലെങ്കിൽ ആനുവലി ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് അത് ജനറേറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങളൊരു ഗ്രോത്ത് ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ റിട്ടയറി ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഡിവിഡൻഡ് ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പം ബോത്ത് ഇക്വിറ്റി അതുപോലെ ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സിൽ നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്ന ഡിവിഡൻസിൻ്റെ മുകളിൽ നിങ്ങൾ ടാക്സബിൾ ആയിരിക്കും എന്നുള്ളതും കൂടി നിങ്ങളിവിടെ ഓർത്തിരിക്കുക. ഇനി ടിപ്പ് നമ്പർ 8 എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ടിപ്പ് നമ്പർ 8 വരുന്നത് ഡോണ്ട് ഓവർ വറി അബൌട്ട് NAV ആൻഡ് AUM. അപ്പോൾ നിങ്ങളൊരു ബിഗിനറാണ്, മ്യൂച്വൽ ഫണ്ട്സിലൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ ഫണ്ടിൻ്റെ NAV അതായത് നെറ്റ് അസറ്റ് വാല്യൂ അതുപോലെ തന്നെ AUM അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിനെ ഓർത്തിട്ട് അധികം ടെൻഷൻ ആവാതിരിക്കുക. ഇപ്പോൾ ഒരു ബിഗിനർ 2 ഫണ്ട് കാണുവാണ്. അപ്പോൾ ഒരു ഫണ്ടിൻ്റെ NAV വരുന്നത് 500 റുപ്പീസാണ്, ഒരു ഫണ്ടിൻ്റെ NAV വരുന്നത് 50 റുപ്പീസാണ്. അപ്പോൾ ബിഗിനർ വിചാരിക്കും 500 റുപ്പീസുള്ള NAV ഉള്ള ഫണ്ടാണ് ബെറ്റർ ഓപ്ഷൻ എന്ന്. അതുപോലെ തന്നെ AUM കാണുവാണ്, 2 ഫണ്ടിൻ്റെ AUM കാണുവാണ്. അപ്പോൾ കൂടുതൽ AUM ഉള്ള ഫണ്ടാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് ഒരു ബിഗിനർ വിചാരിക്കും. ബട്ട് NAVയും AUM കുറഞ്ഞ ഫണ്ടിൽ നിന്നും നമുക്ക് നല്ല റിട്ടേൺസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് ഇത് കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾ ഓവർ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ടിപ്പ് നമ്പർ 9 നോക്കാം. അപ്പോൾ ടിപ്പ് നമ്പർ 9 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവർ ഓഫ് കോമ്പൗണ്ടിങ് ആണ്. അപ്പോൾ കോമ്പൗണ്ടിങ് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേൾഡിലെ 8th വണ്ടർ എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ വരെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോമ്പൗണ്ടിങ് എഫക്റ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾ മന്ത്ലി ഒരു 5000 റുപ്പീസ് വെച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്ന് കരുതുക. അതുപോലെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പീരീഡ് നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് 20 വർഷമാണെന്ന് കരുതുക. അതായത് 20 വർഷം എന്ന് പറയുമ്പം 240 മാസങ്ങളാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പീരീഡ് വരുന്നത്. അപ്പോൾ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് ജസ്റ്റ് ഒരു 10% ഇൻട്രസ്റ്റ് റേറ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് കൂട്ടുക. അപ്പോൾ നിങ്ങൾ കോമ്പൗണ്ടിങ് വരുന്നത് മന്ത്ലി ആണ് നിങ്ങളുടെ കോമ്പൗണ്ടിങ് വരുന്നത്. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ വാല്യൂ, നിങ്ങളുടെ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഫ്യൂച്ചർ വാല്യൂ വരുന്നത് 38,28,485 രൂപയാണ്. അപ്പോൾ നിങ്ങൾ ടോട്ടലായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 12 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു 10% ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിച്ച പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 26,28,485 രൂപയാണ്. അപ്പോൾ നിങ്ങൾ 12 ലക്ഷം രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ഫ്യൂച്ചർ വാല്യൂ 38 ലക്ഷം രൂപയോളം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു 3 ഇരട്ടി നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. ഇതൊരു കോമ്പൗണ്ടിങ് ഇഫക്റ്റ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ ഒരു നല്ല റിട്ടേൺ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചത്. ഇനി ടിപ്പ് നമ്പർ 10 എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ടിപ്പ് നമ്പർ 10 എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പ്ലിറ്റ് അപ്പ് യുവർ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. അതായത് SIPയുടെ ലോജിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെറ്റർ കോസ്റ്റ് ആവറേജിങ് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ SIPയിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചില മാസം അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ചില മാസം നിങ്ങൾക്ക് നല്ല റിട്ടേൺസ് നിങ്ങൾക്ക് ലഭിക്കും, ചില മാസം നിങ്ങൾക്ക് റിട്ടേൺസ് കുറവായിരിക്കും. അങ്ങനെ നിങ്ങളുടെ റിട്ടേൺസ് കൂടിയും കുറഞ്ഞൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു ഓവറോൾ നിങ്ങൾക്കൊരു ആവറേജ് ഔട്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ആവറേജിങ് ലഭിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു SIPയുടെ ഒരു അഡ്വാൻറ്റേജ് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഒരു ബെറ്റർ ആവറേജിങ് വേണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സപ്പോസ് നിങ്ങൾ 20,000 റുപ്പീസ് വെച്ചിട്ട് നിങ്ങൾ SIP ആയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ SIP എമൗണ്ട് നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഒരു 5,000 റുപ്പീസ് ഒരു മാസത്തിൻ്റെ 5-ാം തീയതിയിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. 15th നിങ്ങൾക്ക് ഒരു 5,000 റുപ്പീസും കൂടെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. 20th നിങ്ങൾക്ക് ഒരു 5,000 റുപ്പീസും കൂടി ഇൻവെസ്റ്റ് ചെയ്യാം. ഒരു 5,000 റുപ്പീസ് 28th വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എമൗണ്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബെറ്റർ ആവറേജ് നിങ്ങൾക്ക് നടത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഒരു ഡേറ്റ് നമ്മളൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് പറഞ്ഞെന്ന് മാത്രം. ഇനി ടിപ്പ് നമ്പർ 11 എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ടിപ്പ് നമ്പർ 11 വരുന്നത് ലേൺ മ്യൂച്വൽ ഫണ്ട് ടാക്സേഷൻ. അതായത് നമ്മുടെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് അതുപോലെ തന്നെ നമ്മുടെ ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സിന് ഡിഫറെൻറ്റ് ടാക്സേഷൻ ആണുള്ളത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. അതെങ്ങനെയാണ് വരുന്നത് മ്യൂച്വൽ ഫണ്ട്സും അതിൻ്റെ ടാക്സേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇക്വിറ്റി ഫണ്ട് അല്ലെങ്കിൽ ബാലൻസ്ഡ് മ്യൂച്വൽ ഫണ്ട്സിൻ്റെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫണ്ടിൽ നിങ്ങളുടെ ഹോൾഡിംഗ് പീരീഡ് ലെസ് ദാൻ 12 months ആണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരുന്നത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. സോ ടാക്സ് റേറ്റ് വരുന്നത് ഫ്ലാറ്റ് 15% ആയിരിക്കും നിങ്ങളുടെ ടാക്സ് റേറ്റ് വരുന്നത്.
ഇനി നമ്മൾ സെക്കൻഡ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇക്വിറ്റി അല്ലെങ്കിൽ ബാലൻസ്ഡ് മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മോർ ദാൻ 12 months ആണ് നിങ്ങളുടെ ഹോൾഡിംഗ് പീരീഡ് എങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരുന്നത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ ടാക്സ് റേറ്റ് വരുന്നത് 10% ആയിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, 1 lakh എബോ ആണ് നിങ്ങളുടെ പ്രോഫിറ്റ് എങ്കിൽ മാത്രം നിങ്ങളിവിടെ ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. 1 lakh ബിലോ ആണ് നിങ്ങളുടെ പ്രോഫിറ്റ് വരുന്നതെങ്കിൽ നിങ്ങളിവിടെ യാതൊരു ടാക്സ് നിങ്ങളിവിടെ പേ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇനി നമ്മൾ തേർഡ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെപ്റ്റ് ഓർ ഗോൾഡ് ഓർ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് ആണ്. അപ്പോൾ ഇവിടെ ലെസ് ദാൻ 36 months ആണ് ഹോൾഡിംഗ് പീരീഡ് എങ്കിൽ ഇവിടെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരുന്നത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരുന്ന ടാക്സ് റേറ്റ് ആസ് പെർ ടാക്സ് സ്ലാബാണ് വരുന്നത്. ഇനി നമ്മൾ ഫോർത്ത് ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ട് വരുന്നത് ഡെപ്റ്റ് ഓർ ഗോൾഡ് ഓർ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഹോൾഡിംഗ് പീരീഡ് വരുന്നത് മോർ ദാൻ 36 months ആണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറയുന്നത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ്. സോ നിങ്ങൾക്ക് ഇവിടെ ടാക്സ് റേറ്റ് വരുന്നത് 20% വിത്ത് ഇൻഡെക്സേഷൻ ആണ് നിങ്ങൾക്ക് ഇവിടെ വരുന്ന ടാക്സ് റേറ്റ്. ഇനി നിങ്ങളിവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു ഫണ്ടും കൂടിയുണ്ട്, ELSS ഫണ്ട്, അതായത് ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ്സ് സ്കീം. അപ്പോൾ ഇതൊരു ടാക്സ് സേവിങ് മ്യൂച്വൽ ഫണ്ടാണ്. അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് 1961 ATC ഡിഡക്ഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഫണ്ടാണ് ELSS ഫണ്ട് എന്നുള്ളത്. ഇനി ടിപ്പ് നമ്പർ 12 എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ടിപ്പ് നമ്പർ 12 വരുന്നത് ട്രാക്ക് യുവർ പെർഫോമൻസ് എന്നുള്ളതാണ്. അതായത് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ പെർഫോമൻസ് ട്രാക്ക് ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. അപ്പോൾ നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ഒരു 6 months പെർഫോമൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ എല്ലാ മ്യൂച്വൽ ഫണ്ട്സ് ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ ചെയ്യരുത്. അപ്പോൾ ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിലൊക്കെ ഗ്രോത്ത് ഉണ്ടാവാൻ ടൈം എടുക്കും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത 12 മ്യൂച്വൽ ഫണ്ട്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ടിപ്സും നിങ്ങളൊരു ബെറ്റർ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റർ ആവാൻ വേണ്ടിയിട്ട് എന്തായാലും നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഈ 12 മ്യൂച്വൽ ഫണ്ട്സ് ടിപ്സും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക.